ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്നൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷയും വിവേകും കൂടി ശ്രീനാഥിനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാറിലിരുത്തിയിട്ട് ഫുഡ് വാങ്ങാൻ പോയപ്പോഴത്തേനും ശ്രീനാഥിനെ കാണാതെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും അധികം ദൂരത്തേക്കൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് അവിടെയൊക്കെ അന്വേഷിച്ചു. പക്ഷേ ഇല്ല, ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആലപ്പുഴയിലേക്ക് ഒന്ന് പോയി നോക്കുക. വിവേകാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, ഞാൻ ആലപ്പുഴയിൽ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വർഷ ഒരു ഓട്ടോ പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിവേകാണെങ്കിലോ അവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നീടാണെങ്കിലോ അതായത് വർഷയുടെ ഈ പോക്ക് മുടക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സംഭവം അവിടെ നടക്കാനായിട്ട് പോകുന്നുണ്ട്. രാഘവൻ വരുന്നുണ്ട് കേട്ടോ. രാഘവൻ കുറച്ച് ദിവസമായിട്ട് ആർക്കും ശല്യമാവാതിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇതാ വർഷയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. വർഷ അന്വേഷിച്ച് ജാൻസി വില്ലയിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല, ശിവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ശിവയോട് പറയുന്നുണ്ട്, എവിടെ അവൾ, വർഷ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേനും വർഷ ഇവിടെ ഇല്ല. അത് കള്ളം പറയാൻ നിൽക്കണ്ട, നീ അവളെ ഇവിടെ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്, ഞാൻ വരുന്നത് പ്രമാണിച്ചിട്ടെന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, വർഷ ഇവിടെയൊന്നുമില്ല, വർഷ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, അവൾ എന്നെ കൂടെ കൊണ്ടുപോയിട്ടില്ല, എല്ലാം വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ. നീ അങ്ങനെ പറയണ്ട, ഞാൻ ഇവിടെ കയറിയിട്ടേ നോക്കുള്ളൂ എന്ന രീതിയിൽ പറയുന്നു. ആ സമയത്ത് നമ്മുടെ ശിവയാണെങ്കിലോ അത് തടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാഘവനും ശിവയും കൂടി അങ്ങ് പിടിയും വലിയും കൂടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകാനായിട്ട് പറയുന്നു രാഘവൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിവരം അറിയിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് രാഘവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ വർഷയെ വിളിച്ച് പറയുന്നുണ്ട്, ശിവ ആകെ പ്രശ്നമാണ്, നിൻ്റെ വളർത്തച്ഛൻ ഇവിടെ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കി, വസുന്ധരാൻ്റെ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമായി, അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, ആ മല്ലികാക്ക് ഇതൊക്കെ കാണുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അയാൾ എന്തിനാണ് അങ്ങോട്ട് വന്നത്, നിന്നെ തിരക്കി വന്നതാണ്, നിന്നെ കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയായിരുന്നു. ഞാനാണെങ്കിലോ നീ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടും അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അയാൾ അകത്ത് കയറി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമായിടോ എന്ന് പറയുന്നു. ഒരു വലിയ ശല്യമാണല്ലോ, താൻ ഇനി ആലപ്പുഴയിലോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോരെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എടോ എനിക്ക് പോയേ പറ്റുള്ളൂ, ശ്രീയേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയണം. അവിടുത്തെ ആ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീയേട്ടൻ്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്കും വിവേകിനുള്ളതാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കൂട്ടിയിട്ട് വന്നത്. അപ്പോഴത്തേനും കാണാതായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലടോ എന്ന് ചോദിക്കുന്നു കേട്ടോ. എന്താടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നീ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് തന്നോട് അവിടെ നിന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. ഇപ്പോഴാണ് കാര്യങ്ങൾ എത്തിയത്. കാരണം ശ്രീയേട്ടനെ ഞങ്ങളുടെ കൂടി കൊണ്ടുവന്നാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വഴിയിൽ വെച്ച് ശ്രീയേട്ടൻ മിസ്സാവുകയാണ് ചെയ്തത്. എങ്ങോട്ടാണ് പോയതെന്നൊന്നും അറിയില്ല. ശ്രീയേട്ടൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റി കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതിയത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വീണ്ടും വർഷ ചെല്ലുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ അഞ്ജുവിനെയും രാഹുലിനെ തന്നെയാണ് കാണിക്കുന്നത്. രാഹുൽ ആകെ പ്രശ്നത്തിലാണ്. ഒരുപാട് ആളുകളുടെ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം തന്നെ തനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. അത് കാരണം തന്നെ ആ ഒരു ട്രാവൽസ് പൂട്ടുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേനും ആകെ പ്രശ്നമാണ്. ഇപ്പം കടക്കാരെ കൊണ്ട് വെറുതെ ഇല്ലാതിരിക്കുകയാണ് നമ്മുടെ രാഹുൽ. അത് കാരണം അഞ്ജുവിനും ആ വീട്ടിൽ നിൽക്കാൻ പറ്റാണ്ടായി. ഒരു ദിവസം രാത്രി തന്നെ രാഹുലിനെ ആരൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്ന സമയത്ത് വീട്ടിനകത്ത് കയറുമ്പോഴത്തേനും എന്നെ പൊറ്റി കൊടുക്കരുത്, എന്നെ പറഞ്ഞു കൊടുക്കരുത് എന്ന് അഞ്ജുനോട് പറയുന്നുണ്ട്. അവർ പൊയ്ക്കോട്ടെ, എന്നിട്ട് ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറയുന്നു. അഞ്ജുനാകെ ടെൻഷനാവുന്നുണ്ട്. അഞ്ജുനോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്നെ ഒരാൾ പറഞ്ഞ് പറ്റിച്ചാണ് ചെയ്തത്, ആകെ പ്രശ്നമായിരിക്കുകയാണ്. ഇപ്പോൾ കടം ബാധ്യത കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ ഒരു സൗകര്യം ഇല്ലാണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഞ്ജു, നീ ഒരു കാര്യമുണ്ട്, നീ ഇവിടെ നിൽക്കണ്ട, ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കാൻ പോവുകയാണെന്ന് രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നതല്ലേ, എന്നിട്ട് ഈ ഗതിയാണോ എനിക്ക്, എന്ത് ചെയ്യാനാണ്, നല്ല രീതിക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. എന്തായാലും തിരിച്ച് ശിവയുടെയും വർഷയുടെ അടുത്തേക്കും പോകണം, അവിടെ നിനക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാം. ഞാൻ തിരിച്ചു വന്ന് നല്ല രീതിയിൽ തന്നെ നിന്നെ കൂട്ടിയിട്ട് വരാം. നീ എന്തൊക്കെയാണ് പറയുന്നത്, വസുന്ധരാൻ്റിയുടെ മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചിട്ടല്ലേ നീ എന്നെ കൊണ്ടുവന്നത്, ഇപ്പോൾ എന്ത് ഗതിയില്ലാതെയാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലേണ്ടത്, എന്ത് ന്യായീകരണം പറഞ്ഞിട്ടാണ് ആൻറ്റിയുടെ മുന്നിൽ എനിക്ക് ചെല്ലാൻ സാധിക്കുക എന്നൊക്കെ അഞ്ജു ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് പോയേ പറ്റുള്ളൂ, ഇതുപോലെ ആയിരിക്കില്ല ഇനി ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്നത്. അപ്പോഴത്തേനും സന്തോഷത്തോടു കൂടി ആൻറ്റിയുടെ സമ്മതത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടി തന്നെയായിരിക്കണം നമുക്കിനി ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി.
അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നീ ഒരു കാര്യം ചെയ്യണം, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണമെന്ന് അഞ്ജുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അഞ്ജു ആണെങ്കിലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതിനെ തനിക്ക് നിവർത്തിയുള്ളൂ, അവിടെ തന്നെ താൻ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഝാൻസി വില്ലിയിലേക്ക് തന്നെ ശിവയുടെയും വർഷയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ വർഷ എന്തായാലും ആലപ്പുഴയിൽ എത്തുന്നുണ്ട്. അതിനുശേഷം തന്നെ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് വർഷ ചെല്ലുന്നുണ്ട് കേട്ടോ. ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് തന്നെയാണ് ആ ഡോക്ടറെ കാണുന്നു. കണ്ടിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ വീണ്ടും സംസാരിക്കുന്നുണ്ട് കേട്ടോ. വർഷ ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ശ്രീനാഥ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അയാൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇയാൾക്ക് ഇവിടെ തന്നെ നിന്നോട്ടെ, അതല്ലേ നല്ലതെന്ന് പറയുന്നു. അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വർഷയെക്കുറിച്ച് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അയാളുടെ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അയാൾ വ്യക്തമായി പറഞ്ഞതാണ് വർഷയെ സ്നേഹിച്ചിരുന്നുവെന്നും കല്യാണം കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുവെന്നും. പക്ഷേ ഒരു നിമിഷത്തിൽ തനിക്ക് പറ്റിയിട്ടുള്ള ആ ഒരു ആക്സിഡൻറ്റിൽ തന്നെ തനിക്ക് എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ട് തന്നെ ഒരവസ്ഥയിലെത്തിച്ചു. അങ്ങനെ വർഷ വേറൊരു സ്ഥലത്ത് പോവുകയും അവിടെ വെച്ച് വിവേക് എന്നൊരാളെ പരിചയപ്പെടുകയും ഇഷ്ടത്തിലാവുകയാണ് ചെയ്തതെന്നൊക്കെ വ്യക്തമായി പറഞ്ഞു. ഇപ്പോഴും അയാളുടെ ഉള്ളിൽ വർഷയോടുള്ള ഉള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അത് കാരണമാണ് അയാൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. പക്ഷേ വർഷയെ ഇനി വിഷമിപ്പിക്കരുത്, തൻ്റെ മനസ്സിൽ വേറൊരാളുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി തന്നെയാണ് ശ്രീനാഥ് പതുക്കെ ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അയാൾ നിങ്ങളുടെ മുന്നിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം മാത്രം വർഷയെ മനസ്സിലാക്കണമെന്നുണ്ട്. ശ്രീനാഥ് തന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ജീവിത തുല്യം തന്നെ മാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ കൈവിടില്ലെന്നും കൂടെ കൂട്ടുമെന്നും തനിക്ക് ഉറപ്പ് കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നെന്ന് അയാൾ എന്നോട് പറഞ്ഞു. അത് കാരണം തന്നെയാണ് അയാൾ പിന്നെയും തനിക്ക് വേണ്ടിയിട്ട് തിരിച്ചു വന്നതെന്നും ആ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന വർഷയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെ പേടിച്ചിട്ട് ടെൻഷനായിട്ട് ആകെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ശ്രീയേട്ടൻ തനിക്കൊരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്താണെന്നാണ് വർഷ പറയുന്നത്. പക്ഷേ ആ സ്ഥാനം അയാൾ ഒരുപാട് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് തനിക്ക് എല്ലാ സംരക്ഷണവും അയാൾ നൽകാൻ തീരുമാനിച്ചത്. തൻ്റെ വിഷമഘട്ടത്തിലും സന്തോഷത്തിലും അയാൾ കൂടെ നിൽക്കുകയാണ്. വിഷമഘട്ടത്തിലാണെങ്കിൽ തനിക്ക് തുണയായിട്ട് അയാൾ തിരിച്ചു വരികയാണ് ചെയ്തത്. പക്ഷേ തനിക്ക് സന്തോഷമുള്ള സ്ഥലത്ത് നിന്ന് അയാൾ പതുക്കെ മാറാനായിട്ടാണ് ശ്രമിച്ചത്. അതിലും തന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച ഒരു വലിയ മനസ്സാണ് കേട്ടോ ആ ശ്രീനാഥിനുള്ളതെന്നൊക്കെ ആ ഡോക്ടർ പറയുന്ന സമയത്ത് വർഷയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ശ്രീനാഥിനെ കാണാനായിട്ട് വർഷ ഹോസ്പിറ്റലിനകത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നീ എന്തിനാ നീ വന്നത്, എന്തിനാ അതിൻ്റെ ആവശ്യം എന്താണ്, ശ്രീയേട്ടൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ, ഇപ്പോഴും ശ്രീയേട്ടൻ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. ആ സമയത്ത് ശ്രീനാഥ് വർഷയുടെ എന്ത് മറുപടി പറയണമെന്നറിയാണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും വരുന്ന എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെ കാണാനായിട്ട് സാധിക്കട്ടെ.